next new chapter is electromagnetic induction. ഈ ഹെഡിങ്ങിലുള്ള 3 ടേംസും നമുക്ക് വളരെ പരിചിതമാണ്. ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിസം, ഇൻഡക്ഷൻ. നമ്മൾ കഴിഞ്ഞ 2 ചാപ്റ്റേഴ്സ്, അതായത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് അതുപോലെ തന്നെ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന ചാപ്റ്റേഴ്സ് പഠിക്കുമ്പം അവിടെ നമ്മൾ കാര്യങ്ങൾ ഏകദേശം ഒരുപോലെയാണ് മനസ്സിലാക്കുന്നത്. അവിടെ നമുക്കറിയാം, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് പറയാം ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം ദേ ആർ കണക്റ്റഡ്. ഇനി നമുക്കറിയാം, ഏതൊരു ഫിനോമിനൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴും അതിന് പുറകിൽ ഒരുപാട് സയൻറ്റിസ്റ്റുകളുടെ വർക്ക് ഉണ്ടായിരിക്കും. അങ്ങനെ ഓയിസ്റ്റേഡ്, ആംപിയർ പോലുള്ള സയൻറ്റിസ്റ്റുകളുടെ പഠനത്തിലൂടെ അവർ എത്തിച്ചേരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കൺക്ലൂഷൻ എന്ന് പറയുന്നത് മൂവിങ് ചാർജസ് ക്യാൻ പ്രൊഡ്യൂസ് മാഗ്നറ്റിക് ഫീൽഡ്. മൂവിങ് ചാർജസ് മീൻസ് ഇലക്ട്രിക് കറണ്ട്. ഇലക്ട്രിക് കറണ്ട് ക്യാൻ പ്രൊഡ്യൂസ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന കൺക്ലൂഷനിൽ എത്തിച്ചേരുമ്പോൾ തിരിച്ച് മൂവിങ് മാഗ്നറ്റ് ക്യാൻ പ്രൊഡ്യൂസ് ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ ഇലക്ട്രിക് കറണ്ട് എന്നത് പോസിബിൾ ആണോ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുകയാണ് ഫാരഡേ അതുപോലെ തന്നെ ഹെൻറി പോലുള്ള സയൻറ്റിസ്റ്റ്. സോ ആദ്യം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്, ഓയിസ്റ്റേഡ് പോലുള്ള സയൻറ്റിസ്റ്റുകളുടെ പഠനത്തിലൂടെ അവർ കണ്ടെത്തുന്നത് മൂവിങ് ചാർജസ് ഓർ ഇലക്ട്രിക് കറണ്ട് ക്യാൻ പ്രൊഡ്യൂസ് മാഗ്നറ്റിക് ഫീൽഡ്. അങ്ങനെയാണെങ്കിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത്? ഒരു മാഗ്നറ്റിന്റെ പ്രസൻസ് ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ അങ്ങനെ ഒരു മാഗ്നറ്റിനെ മൂവ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് തിരിച്ച് ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്തുകൂടെ അല്ലെങ്കിൽ ഇലക്ട്രിക് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്തുകൂടെ എന്നുള്ളതാണ് ഒരു ചോദ്യമായി ഉന്നയിക്കപ്പെട്ടത്. അപ്പോൾ അത് സാധിക്കും എന്നുള്ളതാണ് ഫാരഡേ പോലുള്ള സയൻറ്റിസ്റ്റിന്റെ പഠനത്തിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ മൂവിങ് മാഗ്നറ്റ് ക്യാൻ പ്രൊഡ്യൂസ് ഇലക്ട്രിക് കറണ്ട്. അപ്പോൾ ഇവിടെ മൂവിങ് ചാർജസ് ക്യാൻ പ്രൊഡ്യൂസ് മാഗ്നറ്റിക് ഫീൽഡ്, നേരെ തിരിച്ചും സോ മൂവിങ് മാഗ്നറ്റ് ക്യാൻ പ്രൊഡ്യൂസ് ഇലക്ട്രിക് കറണ്ട് എന്നുള്ള ഫാരഡേ പോലുള്ള സയൻറ്റിസ്റ്റുകളുടെ കൺക്ലൂഷനിൽ എത്തിച്ചേരുമ്പോൾ അവർ കൊണ്ടുവരുന്ന ഇമ്പോർട്ടൻറ്റ് ഫിനോമിനൻ എന്നുള്ളതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഫിനോമിനൻ ഓഫ് generation of an EMF by changing magnetic field is called electromagnetic induction. It is the phenomenon of generation or production of an EMF by changing magnetic field. മാഗ്നറ്റിക് ഫീൽഡിൽ വ്യത്യാസം വരുത്തിക്കൊണ്ട് നമുക്ക് അവിടെ ഒരു വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു ഫിനോമിനനിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദ ഫിനോമിനൻ ഓഫ് ജനറേഷൻ ഓർ പ്രൊഡക്ഷൻ of an EMF by changing magnetic field. മാഗ്നറ്റിക് ഫീൽഡിലുള്ള വ്യത്യാസത്തിൻ്റെ ഫലമായിട്ടാണ് അവിടെ ഒരു വോൾട്ടേജ്. അപ്പോൾ വോൾട്ടേജ് ഉണ്ടായാൽ there occurs a current. അപ്പോൾ എവിടെയാണ് ഇത് നമുക്ക് കാണുന്നത്? നമ്മുടെ നിത്യ ലൈഫിൽ ഒരുപാട് കാര്യത്തിൽ നമുക്കത് കാണാൻ പറ്റും. ഇൻ കേസ് ഓഫ് ജനറേറ്റേഴ്സ്, ഫാസ്റ്റ് മൂവിങ് ട്രെയിൻസ്, അതുപോലെ തന്നെ ഇൻഡക്ഷൻ ഫർണസ്, നമ്മളുടെ ബാറ്ററി, ടോർച്ച്, ഇതൊക്കെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന നമ്മുടെ ലൈഫിൽ കാണാവുന്ന ഒരുപാട് എക്സാമ്പിൾസ് ആണ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൽ വ്യത്യാസം അനുഭവപ്പെടുമ്പോൾ അവിടെ ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന ഫിനോമിനൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഫാരഡേ നടത്തിയ എക്സ്പെരിമെൻറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. ആദ്യത്തെ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് കോയിൽ മാഗ്നറ്റ് എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ നമ്മുടെ കയ്യിൽ ഒരു കോയിൽ നമ്മൾ കണക്ട് കൊടുത്തിട്ടുണ്ട്. ഈ കോയിലിൻ്റെ ഒരു അറ്റത്ത് നമ്മൾ ഒരു ഗാൽവനോമീറ്ററും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു മാഗ്നറ്റ് എടുത്തിട്ടുണ്ട്. മാഗ്നറ്റിനെ നമുക്കറിയാം, ഇറ്റ് ഹാസ് 2 പോൾസ്, നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ. ഇനി ഇവിടെയാണ് ഇപ്പം നമ്മൾ ഈ മാഗ്നറ്റിനെ പിടിച്ചു വെച്ചിട്ടുള്ളത്. ഇവിടെ ഇത് സ്റ്റേഷനറി ആയിട്ടാണ് നിൽക്കുന്നത്. ഈ മാഗ്നറ്റ് സ്റ്റേഷനറി ആയി നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ യാതൊരു തരത്തിലുള്ള ഗാൽവനോമീറ്ററിൽ നമ്മൾ ഡിഫ്ലക്ഷൻ ആണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ ഇത് ഗാൽവനോമീറ്റർ ആണ്, ഇത് നമ്മുടെ കോയിലാണ്. അപ്പോൾ
അപ്പോൾ ഇവിടെ ഈ മാഗ്നറ്റ് സ്റ്റേഷനറി ആയി നിൽക്കുന്നതിന്റെ ഫലമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും there is no deflection in the galvanometer. ഇനി നമ്മളൊരു മാഗ്നറ്റിനെ കുറിച്ച് നമുക്ക് പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇറ്റ് ഹാസ് പെർട്ടിക്കുലർ സ്ട്രെങ്ത് ഉണ്ട് അല്ലേ, നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. നോർത്ത് സൗത്ത് പോൾ ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഫീൽഡ് സ്ട്രെങ്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫീൽഡ് ലൈൻസ് നമ്മൾ നോർത്ത് ടു സ്റ്റാർട്ട്സ് ഫ്രം നോർത്ത് പോൾ ആൻഡ് എൻഡ്സ് അറ്റ് ദ സൗത്ത് എന്നൊക്കെ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ഫീൽഡ് ലൈൻസ് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, ഇപ്പൊ ഇവിടെ നമ്മൾ ഈ മാഗ്നറ്റ് ഇവിടെ വെക്കുമ്പം ഇവിടെ ഈ ഗാൽവനോമീറ്റർ ഡിഫ്ലക്ട് ചെയ്യണില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ മാഗ്നറ്റിന്റെ കോയിൽസിനകത്ത് കൂടി നോ ഫീൽഡ് ലൈൻസ് ആർ പാസിംഗ്, യാതൊരു ഫീൽഡ് ലൈൻസും അതിനകത്ത് കൂടി കടന്നു പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇറ്റ് റിമെയിൻസ് സ്റ്റേഷനറി. ഇനി പതുക്കെ നമ്മൾ ഈ മാഗ്നറ്റിനെ മൂവ് ചെയ്യിക്കുകയാണ്. നോർത്ത് പോൾ ഈസ് മൂവിങ് ടുവേർഡ്സ് ദിസ് കോയിൽ. അങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെയുള്ള ഈ ഫീൽഡ് ലൈൻസ്. ഇപ്പൊ ഈ മാഗ്നറ്റിൽ നിന്ന് മൂവ് ചെയ്ത് ഇവിടെ എത്തി എന്ന് വിചാരിക്കുക. ദിസ് ഇസ് ദ നോർത്ത് പോൾ, ദിസ് ഇസ് ദ സൗത്ത് പോൾ. അങ്ങനെ സമയത്ത് നമുക്കറിയാം ഇതിനകത്ത് കൂടി ഈ മാഗ്നറ്റിന്റെ ഫീൽഡ് ലൈൻസ് ഈ കോയിലിനകത്തുകൂടി കടന്നു പോകും. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ടേം ആണ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സ്? ഇറ്റ് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് പാസിംഗ് ഓവർ എ ക്ലോസ്ഡ് സർഫസ് നോർമലി എന്നുള്ളതാണ് ഫ്ലക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഈ കോയിലിലൂടെ ഈ ഫീൽഡ് ലൈൻസ് കടന്നു പോകുന്നതിൻ്റെ ഫലമായിട്ട് അവിടെ ഒരു ഇൻഡ്യൂസ്ഡ് EMF പ്രൊഡ്യൂസ് ചെയ്യും. ആ ഇൻഡ്യൂസ്ഡ് EMFന്റെ ഫലമായിട്ട് ഒരു കറണ്ട് ജനറേറ്റ് ചെയ്ത് ഈ ഒരു ഗാൽവനോമീറ്ററിൽ ഡിഫ്ലക്ഷൻ ഉണ്ടാവും. ഇത് മൂവ് ചെയ്ത് നമ്മളിവിടെ വീണ്ടും ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് അല്ലെ. അപ്പൊ നമുക്കിതിനൊരു കള്ളിയിലേക്ക് കൊണ്ടുവരാം അല്ലെ. ആദ്യത്തെ കേസിൽ മാഗ്നറ്റ്, രണ്ടാമത്തത് ഗാൽവനോമീറ്റർ. ആദ്യം മാഗ്നറ്റ് സ്റ്റേഷനറി ആയ സമയത്ത് there is no deflection. പിന്നെ നമ്മൾ ഇതിനെ മൂവ് ചെയ്യിച്ച് കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിച്ചു ഈ ഒരു ഗാൽവനോമീറ്ററിൽ ഡിഫ്ലക്ഷൻ ഉള്ളതായിട്ട് കണ്ടു. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഡിഫ്ലക്ഷൻ വരാനുള്ള കാരണം? ഈ ഒരു കോയിലിലൂടെ അതിന്റെ ഫീൽഡ് ലൈൻസ് കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ജനറേറ്റ് ചെയ്യും. മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ഫലമായിട്ട് ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടായി. ആസ് എ റിസൾട്ട് എ കറന്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് ഹെൻസ് ഇറ്റ് ഷോസ് എ ഡിഫ്ലക്ഷൻ. അപ്പോൾ വെൻ മൂവ്സ് ടുവേർഡ്സ് അല്ലെ, മാഗ്നറ്റിനെ മൂവ് ടുവേർഡ്സ് അടുത്തേക്ക് മൂവ് ചെയ്തപ്പോൾ there is deflection. ഇനി നമ്മൾ ഇതിനെ മൂവ് ചെയ്യിച്ച് ഇവിടെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുകയാണ്. ഇറ്റ് റിമെയിൻസ് സ്റ്റേഷനറിയിൽ തന്നെയായി. അന്നേരം ഇവിടെ ഫ്ലക്സിൽ എന്തെങ്കിലും മാറ്റം സംഭവിക്കുന്നുണ്ടോ? ഇല്ല. there is no change in flux, it remains the same. അതുകൊണ്ട് തന്നെ there is no deflection in the galvanometer. Against magnet stationary ആവുന്ന സമയത്ത് no deflection. ഇനി നമ്മൾ ഈ മാഗ്നറ്റിനെ പുറകോട്ട് വലിക്കുകയാണ്. പുറകോട്ട് വലിക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം the field lines passing through this coil decreases, കുറയാ ചെയ്യുക. മാഗ്നറ്റിനെ നമ്മൾ പുറകോട്ട് വലിക്കുന്ന സമയത്ത് ഇവിടെ ഒരു ഫ്ലക്സ് ഉണ്ടാവുന്നുണ്ട്. അതിന്റെ ഫലമായി again the galvanometer shows a deflection. അപ്പൊ നമ്മൾ മാഗ്നറ്റിനെ പുറകോട്ട് വലിക്കുന്ന സമയത്ത് ഫ്ലക്സിൽ വീണ്ടും മാറ്റം സംഭവിച്ചു. അതിന്റെ ഫലമായിട്ട് ഈ ഗാൽവനോമീറ്ററിൽ ഡിഫ്ലക്ഷൻ ഉണ്ടായി. ആ ഉണ്ടാവുന്ന ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് നേരത്തെ ഡിഫ്ലക്ഷന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കണം എന്നുള്ളതാണ്. അഗെയിൻ മൂവ് എവേ, അന്നേരം ഡിഫ്ലക്ഷൻ നോക്കുക. അപ്പോൾ ഇവിടെ നമ്മളൊരു കോയിൽ എടുത്തു, അതിനകത്തൊരു ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്, ഒരു മാഗ്നറ്റും നമ്മളുടെ കയ്യിലുണ്ട്. ആദ്യം നമ്മൾ മാഗ്നറ്റിനെ സ്റ്റേഷനറി ആയി വെച്ച സമയത്ത് നമുക്ക് കാണാൻ സാധിച്ചത് there is no deflection in the galvanometer. ഇനി പതുക്കെ നമ്മൾ ഈ മാഗ്നറ്റിനെ കോയിലിന്റെ അടുത്തേക്ക് മൂവ് ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് നമുക്കറിയാം അവിടെ കടന്നു പോകുന്ന ഫീൽഡ് ലൈൻസിന്റെ എണ്ണം ഇൻക്രീസ് ചെയ്തു വരികയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടായി. ആസ് എ റിസൾട്ട് ഈ ഗാൽവനോമീറ്ററിൽ ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടാവും. ഇനി
there is a deflection in the galvanometer when the magnet is moved towards the coil. ഇനി നമ്മൾ ഈ മാഗ്നറ്റിനെ കൊണ്ടുവന്ന് ഇവിടെ സ്റ്റേഷനറി ആയി വെച്ചപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചു there is no deflection in the galvanometer. തിരിച്ച് വീണ്ടും നമ്മൾ ഈ മാഗ്നറ്റിനെ പുറകോട്ട് വലിക്കുന്ന സമയത്ത് വീണ്ടും നമുക്ക് ഇവിടെ ഒരു ഡിഫ്ലക്ഷൻ കാണാൻ സാധിച്ചു. ആ ഡിഫ്ലക്ഷൻ ഉണ്ടാവാനുള്ള കാരണം നമ്മൾ മൂവ് ചെയ്യുന്ന സമയത്ത് ഈ കോയിലൂടെ കടന്നു പോകുന്ന ഫ്ലക്സിൽ വീണ്ടും മാറ്റം സംഭവിച്ചു അല്ലെ. ആ മാറ്റത്തിന്റെ ഫലമായിട്ടാണ് ഗാൽവനോമീറ്റർ നേരത്തെ മൂവ് ചെയ്തതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിട്ട് ഡിഫ്ലക്റ്റ് ചെയ്യാനുള്ള കാരണം. അപ്പോൾ ഈ ഒരു കോളം നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാം സ്റ്റേഷനറി ആവുന്ന സമയത്ത് there is no deflection in the galvanometer. എപ്പം മാത്രമാണ് ആ സർക്യൂട്ടിൽ മൂവ്മെന്റ് ഉണ്ടായത്? ആ മാഗ്നറ്റിനെ മൂവ് ചെയ്യിക്കുന്ന സമയത്ത് മാത്രമാണ്, ഒരു അടുത്തേക്കും പുറകോട്ടും മൂവ് ചെയ്യിക്കുന്ന സമയത്ത് മാത്രമാണ് അവിടെ എന്തുണ്ടായത്? ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടായത്. ഇതാണ് ഫാരഡേ നടത്തിയ കോയിൽ മാഗ്നറ്റ് എക്സ്പെരിമെന്റിൽ അവർ കണ്ടെത്തുന്നത്. അതിലൂടെ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യാണ് മാഗ്നറ്റ് മൂവ് ചെയ്യിക്കുന്ന സമയത്ത് അവിടെ എന്തുണ്ടായി? ഒരു മാഗ്നറ്റിക് ഫ്ലക്സ്. മാഗ്നറ്റിക് ഫ്ലക്സിൽ മാറ്റം സംഭവിക്കുമ്പോൾ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ്. ഇങ്ങനെ മാഗ്നറ്റിനെ മൂവ് ചെയ്യിക്കുന്ന സമയത്ത് അടുത്തോട്ടും പുറകോട്ടും വരുന്ന സമയത്ത് മാഗ്നറ്റിക് ഫ്ലക്സിലാണ് മാറ്റം സംഭവിച്ചത്. മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോയിലൂടെ കടന്നു പോകുന്ന ഫീൽഡ് ലൈൻസിലാണ് വ്യത്യാസം സംഭവിച്ചിട്ടുള്ളത്. അല്ലേ, അടുത്തേക്ക് വരുമ്പം ഇറ്റ് ഇൻക്രീസസ്, വെൻ ഇറ്റ് മൂവ്സ് ബാക്ക്വേർഡ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡിക്രീസസ് അല്ലേ. അപ്പോൾ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ഫലമായിട്ടാണ് ഈ ഒരു ഗാൽവനോമീറ്ററിൽ ഡിഫ്ലക്ഷൻ ഉണ്ടായത്. സോ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഇൻഡ്യൂസ്ഡ് EMF. As a result, an induced current is set up. അതിന്റെ ഫലമായിട്ടാണ് ഈ ഗാൽവനോമീറ്ററിൽ ഡിഫ്ലക്ഷൻ ഉണ്ടായത് എന്നുള്ളതാണ് ഫാരഡേ അദ്ദേഹം നടത്തിയ കോയിൽ മാഗ്നറ്റ് എക്സ്പെരിമെന്റിലൂടെ കൺക്ലൂഡ് ചെയ്യുന്നത്. നോക്കാം, ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന മാഗ്നറ്റ് നല്ല സ്ട്രോങ് മാഗ്നറ്റ് ആണെന്നുണ്ടെങ്കിൽ അത്രയും ഫീൽഡ് ലൈൻസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. അതിനനുസരിച്ച് ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിഫ്ലക്ഷൻ ആയിരിക്കും ഇവിടെ കാണാം. എത്ര ഫാസ്റ്റ് ആയിട്ടാണോ നമ്മൾ ഈ മാഗ്നറ്റിനെ മുന്നോട്ടും പുറകോട്ടും ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതേപോലെ ഈ ഗാൽവനോമീറ്ററിൽ ഡിഫ്ലക്ഷൻ കാണിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ആ രണ്ട് കാര്യങ്ങൾ നമ്മൾ അവിടെ ഓർത്തു വെക്കണം. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന മാഗ്നറ്റിന്റെ സ്ട്രെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇവിടെ ഗാൽവനോമീറ്ററിലുള്ള ഡിഫ്ലക്ഷൻ. രണ്ടാമത് നമ്മൾ അതിനെ എത്ര ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യിക്കുന്നോ അതിനനുസരിച്ചായിരിക്കും ഇവിടെയുള്ള ഡിഫ്ലക്ഷൻ എന്നുള്ളത് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള കോയിലിന്റെ ടേൺസിന്റെ ഏരിയ ഇൻക്രീസ് ചെയ്യാന്ന് വെച്ചാൽ കടന്നു പോകുന്ന ഫീൽഡ് ലൈൻസും അതുപോലെ ഇൻക്രീസ്ഡ് ആവും അല്ലെ, അത്രയും ഏരിയയിലൂടെ അത് കടന്നു. സോ അതും ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ കോയിൽ മാഗ്നറ്റ് എക്സ്പെരിമെന്റിലൂടെ അദ്ദേഹം കൺക്ലൂഡ് ചെയ്യുന്നത് മാഗ്നറ്റിക് ഫ്ലക്സിലുള്ള മാറ്റത്തിന്റെ ഫലമായി സർക്യൂട്ടിൽ ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവുന്നുണ്ട്. അതിന്റെ ഫലമായി ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്തതിന്റെ ഫലമായിട്ടാണ് സർക്യൂട്ടിൽ കണക്ട് ചെയ്തിട്ടുള്ള ഗാൽവനോമീറ്റർ ഡിഫ്ലക്റ്റ് ചെയ്യാനുണ്ടായ കാരണമെന്നാണ് അദ്ദേഹം കണ്ടെത്തുന്നത്. അപ്പം നമ്മൾ അറിയണം എന്താണ് ഈ പറയുന്ന EMF. നമ്മളതിന് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്നാ പറയുന്നത്. ആക്ച്വലി ഇറ്റ് ഈസ് ദ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. EMF, it is the potential or it is the voltage produced by a battery. The voltage produced by a battery or generator or dynamo, that is EMF potential. It is the electric potential എന്നുള്ളതാണ് EMF എന്നു പറയുന്നത്. ഇദ്ദേഹം നടത്തിയ കോയിൽ മാഗ്നറ്റ് എക്സ്പെരിമെന്റിലൂടെ അപ്പോൾ അദ്ദേഹം കൺക്ലൂഡ് ചെയ്തത് ഈ കാര്യം. അദ്ദേഹം നടത്തിയ രണ്ടാമത്തെ എക്സ്പെരിമെന്റ് ആണ് കോയിൽ എക്സ്പെരിമെന്റ്. ഈ കോയിൽ എക്സ്പെരിമെന്റിൽ അദ്ദേഹം ആദ്യത്തെ കോയിലിലേക്ക് ഒരു ബാറ്ററിയും ഒരു കീയും കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ കോയിലിലേക്ക് ഒരു ഗാൽവനോമീറ്ററും കണക്ട് ചെയ്തിട്ടുണ്ട്.
ഇദ്ദേഹം ഈ കീ പ്രസ് ചെയ്ത സമയത്ത് ഓൺ ചെയ്തു. അപ്പോൾ നമുക്കറിയാം ഇതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്ത് അതിന്റെ ഫലമായിട്ട് ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഫലമായിട്ട് ഈ ഒരു അടുത്ത് നിൽക്കുന്ന രണ്ടാമത്തെ കോയിലിലേക്ക് അത് ഇൻഡ്യൂസ് ചെയ്യപ്പെടും അല്ലേ. സോ ആ ഒരു മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ഫലമായിട്ട് ഇവിടെ ഇതിനകത്ത് ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. ആസ് എ റിസൾട്ട് ഒരു ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ട്. ആൻഡ് ഹെൻസ് ദ ഗാൽവനോമീറ്റർ ഷോസ് എ ഡിഫ്ലക്ഷൻ. രണ്ട് കളിയാക്കിയിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. ഇവിടെ കീ കണക്ട് ചെയ്യുന്നു, അതേപോലെ തന്നെ ഗാൽവനോമീറ്റർ ആദ്യം പ്രസ് ചെയ്തു അല്ലേ. പ്രസ് ചെയ്ത സമയത്ത് ദർ ഈസ് ഡിഫ്ലക്ഷൻ ഇൻ ദ ഗാൽവനോമീറ്റർ. ഓപ്പൺ ചെയ്തെടുക്കുമ്പോൾ ദർ ഈസ് നോ ഫ്ലോ ഓഫ് കറണ്ട് അല്ലേ. ഇനി അദ്ദേഹം അത് പ്രസ് ചെയ്തോണ്ടിരുന്നു. ചേഞ്ച് ഇൻ ഫ്ലക്സ് ആൻഡ് ഹെൻസ് നോ ഡിഫ്ലക്ഷൻ ഇൻ ദ ഗാൽവനോമീറ്റർ. അപ്പോൾ ഫ്ലക്സിൽ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. പ്രസ് ചെയ്ത് കണ്ടിന്യൂസ്ലി പ്രസ്ഡ് ആണ്. കണ്ടിന്യൂസ്ലി പ്രസ് ചെയ്തു, നോ ഡിഫ്ലക്ഷൻ. ഇനി പെട്ടെന്ന് റിലീസ് ചെയ്തു. ആ റിലീസ് ചെയ്ത സമയത്ത് ഒരു ഫീൽഡ് ക്രിയേറ്റ് ചെയ്ത് അവിടെ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് വ്യത്യാസം സംഭവിച്ചു അല്ലേ. there is a decrease in the magnetic flux. അതിന്റെ ഫലമായിട്ട് ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടായി. അപ്പോൾ ഒരു ഗാൽവനോമീറ്ററിൽ ഡിഫ്ലക്ഷൻ ഉണ്ടായി. കീ റിലീസ് ചെയ്തു, ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടായി. പിന്നെ അത് വിട്ട് കഴിയുമ്പോൾ എന്തായി? the current reaches from maximum to zero value and hence no deflection in the galvanometer. അപ്പോൾ ഈ കേസിലും മനസ്സിലാക്കാൻ സാധിച്ചത് പ്രസ് ചെയ്തിരുന്ന സമയത്ത്, കീ പ്രസ് ചെയ്ത സമയത്ത്, അതുപോലെ തന്നെ റിലീസ് ചെയ്ത സമയത്ത് മാത്രമാണ് ഡിഫ്ലക്ഷൻ ഉണ്ടായത്. അത് കണ്ടിന്യൂസ് പ്രസ് ചെയ്ത സമയത്തും റിലീസ് ചെയ്ത സമയത്തും അവിടെ എന്തുണ്ടായിട്ടില്ല? there is no deflection in the galvanometer. അങ്ങനെ ആ പഠനത്തിലൂടെയും അദ്ദേഹം കൺക്ലൂഡ് ചെയ്തത് ഇങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു മാഗ്നറ്റിക് ഫ്ലക്സിൽ മാറ്റം സംഭവിക്കുന്നുണ്ട്. അതിന്റെ ഫലമായിട്ടാണ് ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടായിട്ടുള്ളത്. ആസ് എ റിസൾട്ട് ഒരു ഇൻഡ്യൂസ്ഡ് കറണ്ട് അവിടെ പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ള കൺക്ലൂഷനിലേക്ക് തന്നെയാണ് ഈ കോയിൽ എക്സ്പെരിമെന്റിലൂടെയും വന്നു ചേർന്നിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഈ ബാറ്ററി കണക്ട് ചെയ്തിട്ടുള്ള ഈ സർക്യൂട്ടിനെ നമ്മൾ പ്രൈമറി കോയിൽ എന്നും ഈ ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തിട്ടുള്ള ഈ കോയിലിനെ സെക്കൻഡറി കോയിൽ എന്നുമാണ് വിളിക്കുന്നത്. കീ പ്രസ് ചെയ്യുന്ന സമയത്ത് ഒരു കറണ്ട് ഇതിനകത്ത് ഫ്ലോ ചെയ്യുകയും അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ ഫലമായിട്ട് രണ്ടാമത്തെ കോയിലിൽ, സെക്കൻഡറി കോയിലിൽ ഒരു ഇൻഡ്യൂസ്ഡ് EMF പ്രൊഡ്യൂസ് ചെയ്യും. ആസ് എ റിസൾട്ട് ഒരു ഇൻഡ്യൂസ്ഡ് കറണ്ട് ഈസ് ക്രിയേറ്റഡ് ആൻഡ് ഹെൻസ് ദ ഗാൽവനോമീറ്റർ ഷോസ് എ ഡിഫ്ലക്ഷൻ ഇൻ ദ സെക്കൻഡറി കോയിൽ. അപ്പൊ ഈ ഒരു കാര്യത്തിലൂടെയും അദ്ദേഹം കൺക്ലൂഡ് ചെയ്തത് ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് produces an induced EMF and hence an induced current is produced. ഈ രണ്ട് എക്സ്പെരിമെന്റ്സിലൂടെയും അദ്ദേഹം കൺക്ലൂഡ് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ലോ, ദ ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഇലക്ട്രിക് കറണ്ടിന് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ തിരിച്ച് മൂവിംഗ് മാഗ്നറ്റിന് ഇലക്ട്രിക് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്തുകൂടെ എന്ന ചോദ്യത്തിൽ നിന്നാണ് ഫാരഡേ എന്നുള്ള സയന്റിസ്റ്റ് അദ്ദേഹത്തിന്റെ എക്സ്പ്ലനേഷനിലേക്ക് കൊണ്ടുവരുന്നത്. അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫിനോമിനൻ ആണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അതായത് മാഗ്നറ്റിക് ഫീൽഡിലുള്ള വ്യത്യാസം അവിടെ സർക്യൂട്ടിൽ ഒരു ഇൻഡ്യൂസ്ഡ് EMF പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നതാണ്. അങ്ങനെ അദ്ദേഹം രണ്ട് എക്സ്പെരിമെന്റ്സ് ചെയ്തു. ഒന്ന് കോയിൽ മാഗ്നറ്റ് എക്സ്പെരിമെന്റ്, രണ്ട് കോയിൽ എക്സ്പെരിമെന്റ്. ഒരു മാഗ്നറ്റിനെ മൂവ് ചെയ്യുന്നതിൻ്റെ സമയത്ത് ആ സർക്യൂട്ടിനകത്ത് ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവുകയും അതിൻ്റെ ഫലമായ ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്നത് അവിടെ അദ്ദേഹം കണ്ടെത്തി. രണ്ടാമത്തെ എക്സ്പെരിമെന്റില് ഒരു പ്രൈമറി കോയിലിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള കീ ഉപയോഗിച്ച് നമ്മൾ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത്, കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുകയും അതിൻ്റെ ഫലമായി സെക്കൻഡറി കോയിലിൽ ഒരു ഇൻഡ്യൂസ്ഡ് കറണ്ട് അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവുന്നുണ്ട്. ആസ് എ റിസൾട്ട് ഒരു ഇൻഡ്യൂസ്ഡ് കറണ്ട് ഫ്ലോസ് ആൻഡ് ഹെൻസ് ദ ഗാൽവനോമീറ്റർ ഷോസ് ഡിഫ്ലക്ഷൻ എന്നുള്ള എക്സ്പ്ലനേഷനിലും എത്തിച്ചേരാണ്.
ഈ രണ്ട് പഠനത്തിലൂടെയും അദ്ദേഹം കൊണ്ടുവരുന്ന ഇമ്പോർട്ടൻ്റ് ലോ ആണ് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇറ്റ് ഗിവ്സ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡ്യൂസ്ഡ് EMF. ഇത് പറഞ്ഞിട്ടുണ്ട്, മാഗ്നറ്റിക് ഫ്ലക്സിൽ മാറ്റം സംഭവിക്കുന്നതിൻ്റെ ഫലമായിട്ട് സർക്യൂട്ടിൽ ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവുന്നുണ്ട്. ആ ഉണ്ടായിട്ടുള്ള ഇൻഡ്യൂസ്ഡ് EMF എത്രത്തോളമാണ്, ഹൗ മച്ച് EMF ഇസ് പ്രൊഡ്യൂസ്ഡ് എന്നതിനെയാണ് ഫാരഡേസ് ലോസിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യപ്പെടുന്നത്. സോ ഇറ്റ് ഗിവ്സ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡ്യൂസ്ഡ് EMF. അപ്പൊ എന്താണ് അദ്ദേഹത്തിന്റെ പഠനത്തിലൂടെ കൺക്ലൂഡ് ചെയ്യുന്നത്? whenever there is a change in magnetic flux, whenever there is a change in magnetic flux, an EMF is induced in it. As a result, an induced current is set up. എന്നുള്ളതാണ് ഫാരഡേസ് ഫസ്റ്റ് ലോ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. whenever there is a change in magnetic flux, എപ്പോഴൊക്കെ സർക്യൂട്ടിലെ മാഗ്നറ്റിക് ഫ്ലക്സിൽ മാറ്റം സംഭവിക്കുന്നുണ്ടോ, whenever there is a change in magnetic flux linked with a circuit, an EMF is induced in it. അവിടെ എന്തുണ്ടാവുന്നുണ്ട്, ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവുന്നുണ്ട്. as a result, an induced current is set up. അതിന്റെ ഫലമായിട്ട് അവിടെ ഒരു കറണ്ടും ഉണ്ടാവുന്നുണ്ട്. ഇനി എത്ര വരെ ആ കറണ്ട് ആ സർക്യൂട്ടിൽ നിലനിൽക്കും? till there is change in magnetic flux. അതുവരെ മാഗ്നറ്റിക് ഫ്ലക്സിലെ മാറ്റം സംഭവിക്കുന്ന അതുവരേക്കും മാത്രമേ ആ സർക്യൂട്ടിൽ ആ ഒരു ഇൻഡ്യൂസ്ഡ് കറണ്ട് എക്സിസ്റ്റ് ചെയ്യുള്ളൂ എന്നുള്ളതാണ് ഫാരഡേയുടെ ലോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇതാണ് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ലോ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. whenever there is a change in magnetic flux linked with a circuit, an EMF is induced and hence an induced current is set. രണ്ടാമത്തെ ലോ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എത്രത്തോളം ഇൻഡ്യൂസ്ഡ് EMF അവിടെ ഉണ്ടാവുന്നുണ്ട് എന്നതിൻ്റെ എക്സ്പ്ലനേഷൻ ആണ് സെക്കൻഡ് ലോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അത് ഈ പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് ഇൻഡ്യൂസ്ഡ് EMF, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡ്യൂസ്ഡ് EMF, ഇൻഡ്യൂസ്ഡ് EMFനെ നമ്മൾ E എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പം ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡ്യൂസ്ഡ് EMF, എത്ര ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടായി എന്നുള്ളത് ആരെ ഡിപ്പെൻഡ് ചെയ്ത് കിടക്കുന്നത്? മാഗ്നറ്റിക് ഫ്ലക്സിനെ ഡിപ്പെൻഡ് ചെയ്താണ് കിടക്കുന്നത്. അപ്പം മാഗ്നറ്റിക് ഫ്ലക്സിൽ ഉണ്ടാവുന്ന മാറ്റം അതിനനുസരിച്ചായിരിക്കും അവർ സർക്യൂട്ടിൽ ഉണ്ടാവുന്ന ഇൻഡ്യൂസ്ഡ് EMF. സോ ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കുമല്ലോ. അതാണ് സെക്കൻഡ് ലോയിലൂടെ നമ്മളൊരു എക്സ്പ്രഷൻ ആയിട്ട് കൺക്ലൂഡ് ചെയ്യുന്നത്. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് എന്നുള്ളത്. The magnitude of induced EMF is directly proportional to rate of change of magnetic flux linked with that circuit എന്നുള്ളതാണ് സെക്കൻഡ് ലോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇൻഡ്യൂസ്ഡ് EMF എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ഫ്ലക്സിൽ ഉണ്ടാവുന്ന മാറ്റത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. ആൻഡ് ഹൗ ഇറ്റ് ഡിപ്പെൻഡ്സ്? ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ചേഞ്ച് ഇൻ ഫ്ലക്സ് എന്നുള്ളതാണ്. അപ്പോൾ എത്രത്തോളം ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവുന്നുണ്ട് എന്നത് ആരെ ഡിപ്പെൻഡ് ചെയ്താ കിടക്കുന്നത്? ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ചേഞ്ച് ഇൻ ഫ്ലക്സ് എന്നുള്ളതാണ് ഫാരഡേയുടെ രണ്ട് ലോ ആയിട്ട് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത്. ഒന്ന് അദ്ദേഹത്തിൻ്റെ പഠനമാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. whenever there is a change in magnetic flux linked with a circuit and EMF is induced in it, as a result a current is produced എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ലോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്തത്. എത്രത്തോളം ഇൻഡ്യൂസ്ഡ് EMF ഉണ്ട് എന്നത് ആരെ ഡിപ്പെൻഡ് ചെയ്ത് കിടക്കണോ എന്നതിൻ്റെ കാര്യമാണ് സെക്കൻഡ് ലോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്തത്. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ സർക്യൂട്ട്. ഫ്ലക്സിൽ ഉണ്ടാവുന്ന മാറ്റത്തിനനുസരിച്ചായിരിക്കും ആ സർക്യൂട്ടിൽ ഉണ്ടാവുന്ന ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് ഓർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇതാണ് ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ ഫാരഡേസ് നടത്തിയ എക്സ്പെരിമെൻ്റ് എന്തിൻ്റെ ചിന്തയിലൂടെയാണ് അദ്ദേഹം ഈ ഒരു എക്സ്പ്ലനേഷനിൽ എത്തിയത്? അതായത് ഓയിസ്റ്റേർഡിൻ്റെ എക്സ്പ്ലനേഷൻ ആണ്. മൂവിങ് ചാർജസിന് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ തിരിച്ച് ഒരു മാഗ്നറ്റിനെ മൂവ് ചെയ്യുമ്പോൾ ആ സർക്യൂട്ടിൽ ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്തൂടെ എന്ന ചോദ്യത്തിൽ നിന്നാണ് അദ്ദേഹം ഈ ഒരു ഇമ്പോർട്ടൻറ്റ് ഫിനോമിനൻ ആയിട്ടുള്ള ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എത്തിച്ചേരുന്നത്.
അങ്ങനെ അദ്ദേഹം നടത്തിയ എക്സ്പെരിമെന്റ്സ് ആണ് കോയിൽ മാഗ്നറ്റ് എക്സ്പെരിമെന്റ്, കോയിൽ എക്സ്പെരിമെന്റ്. അവിടെ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മാഗ്നറ്റിക് ഫ്ലക്സിൽ ഉണ്ടാവുന്ന മാറ്റത്തിനനുസരിച്ചാണ് സർക്യൂട്ടിൽ ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് ഉണ്ടാവുന്നതിന് ഫലമായിട്ട് അവിടെ ഒരു ഇൻഡ്യൂസ്ഡ് കറന്റും ഉണ്ടാവുന്നുണ്ട് എന്നതാണ് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്ന ലോ എന്ന് പറയുന്നത്. ഇനി ഈ ലോയിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ആ സർക്യൂട്ടിൽ എത്രത്തോളം ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് ആര് ഡിപ്പെൻഡ് ചെയ്ത് കിടക്കണു എന്നതാണ് അദ്ദേഹം explain ചെയ്തിട്ടുള്ളത്. It depends upon the change in magnetic flux. So Faraday's law, it gives us the magnitude of induced EMF എന്ന് വേണമെങ്കിൽ നമുക്ക് ഒറ്റ വാക്കിൽ കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഇതാണ് Faraday's first law and second law. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇത് എക്സാമിന് ഷുവറായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം അദ്ദേഹം നടത്തിയ എക്സ്പെരിമെന്റ്സിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഏതെല്ലാം ഘടകങ്ങളിലൂടെയാണ് ആ സർക്യൂട്ടിലുള്ള കറണ്ടിനെ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കിയത്. ഒന്ന്, നമ്മൾ ഉപയോഗിച്ച മാഗ്നറ്റിന്റെ സ്ട്രെങ്ത് വളരെ കൂടുതലുള്ള നല്ല സ്ട്രോങ് മാഗ്നറ്റ് ആണ് എന്നുണ്ടെങ്കിൽ, നമ്മൾ പഠിച്ചിട്ടുള്ള മാഗ്നറ്റിന്റെ ഒരു പ്രോപ്പർട്ടി ആണ് the field lines will be closer to each other. That means it explains the strength of the magnet എന്നാണ് അല്ലേ. അപ്പോൾ എത്ര സ്ട്രോങ് മാഗ്നറ്റ് ഉപയോഗിക്കുന്നോ അതിനനുസരിച്ച് ആ സർക്യൂട്ടിൽ ഉണ്ടാവുന്ന കറണ്ട് ഇൻക്രീസ് ചെയ്യും. എത്ര ഫാസ്റ്റ് ആയിട്ടാണ് നമ്മൾ ആ മാഗ്നറ്റിനെ മുന്നോട്ടും പുറകോട്ടും നീക്കുന്നത് എങ്കിൽ അത്രയും വേഗത്തിൽ ആ സർക്യൂട്ടിൽ കറണ്ട് ഉണ്ടാവും അല്ലെ. മൂന്നാമത് നമ്മൾ പറഞ്ഞത് എന്താണ്, ആ കോയിലിന്റെ ഏരിയ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് വി ക്യാൻ ഇൻക്രീസ്. ഈ മൂന്ന് ഘടകങ്ങൾ, ദീസ് ആർ ദ ഫാക്ടേഴ്സ് ലീഡിങ് ടു ഇൻക്രീസ് ദ ഫ്ലോ ഓഫ് കറണ്ട് ഇൻ ദ സർക്യൂട്ട് എന്ന് നമുക്ക് പറയുന്നത്. എന്തൊക്കെയാണ്? ബൈ ഇൻക്രീസിങ് ദ ഏരിയ ഓഫ് ദി കോയിൽ, സെക്കൻഡ് വൺ ഫാസ്റ്റ് മൂവിങ് ഓഫ് ദി മാഗ്നറ്റ്, തേർഡ് ബൈ ഇൻക്രീസിങ് ദ സ്ട്രെങ്ത് ഓഫ് ദി മാഗ്നറ്റ്. ഈ മൂന്ന് ഫാക്ടേഴ്സ് ആണ് ഈ സർക്യൂട്ടിൽ നമുക്ക് കറണ്ടിനെ ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിന് നമുക്കുള്ളത്. This is the new chapter, that is electromagnetic induction. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളതാണ് സ്റ്റേറ്റ് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇത് മറക്കരുത്, ഇത് തറോ ആക്കി പഠിക്കേണ്ട ഒന്നാണ്. ഓക്കെ, താങ്ക് യു.